നാളിനി മുത്തപ്പ എല്ലാം എൻ്റെ ഈശ്വരനെ എൻ്റെ മാതാവിൻ്റെ കരങ്ങൾ വരുമോ? അറിയത്തില്ല എന്താ ഇങ്ങനെ ഇല്ല വലിയ അറിയും പിന്നെ വിടണ്ട കോളേജിൽ നിന്ന് ചാപ്പാടൊക്കെ ഭക്ഷണമുണ്ടോ കൊണ്ടുപോകണുണ്ടോ? നേരത്തെ മനുഷ്യൻ ചീത്തയായില്ലേ? അവിടെ ഹോസ്റ്റലിൽ കിട്ടുക, അവിടെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക അവർക്ക് കേട്ടോ. കോളേജിൽ തന്നെ ഭക്ഷണം കൊടുക്കുക അവർക്ക് താമസിക്കുന്നിടത്ത്. ഇവിടുന്ന് കൊണ്ടുപോകൊന്നും വേണ്ട. കൊണ്ടുപോകാതിരുന്നാൽ കഴിക്കാൻ പറ്റില്ല. കൊണ്ടുപോകൊന്നും വേണ്ടെന്നേ, അവിടെ ഉണ്ടാക്കുന്നുണ്ട്. പല വെച്ചിട്ട് കൊടുത്താൽ കൊടുത്തില്ല. അവരെല്ലാ ദിവസവും എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എത്ര ദിവസത്തേനാ? 3-4 വർഷത്തേക്കാ അമ്മച്ചി. 3 വർഷം കൂടെ നിൽക്കണം. പരീക്ഷ എഴുത്തല്ലേ? പഠിക്കണം, പരീക്ഷ ഉണ്ട്. ആണോ? 3 വർഷം കൂടെ 3 വർഷം കൂടെ ഒക്കെ അവിടെ നിൽക്കണം. നമുക്ക് താങ്ങുന്നതല്ല ഈശോയല്ല. മകളെ ആരെയാ ഉണ്ടോ ഇവിടെ? തന്നെയല്ലേ പോകുന്നത്? ഞാൻ തന്നെയല്ലേ പോകുന്നത്? തന്നെയാണോ? അങ്ങോട്ട് പോകാൻ പറ്റുമോ? പോകുമ്പോ വേറെ ആൾക്കാർ പോകണുണ്ടോ? വേറെ ആൾക്കാരില്ല, തന്നെയാണ്. അപ്പൊ എപ്പോഴാ അവിടെ ചെല്ലണം? അതറിയത്തില്ല, ട്രാഫിക് പോലെ ഇരിക്കും. ഇന്ന് വരികയല്ലേ? ഇല്ലില്ല. അടുത്തെടുത്ത് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ടേ വരുള്ളൂ. പരീക്ഷ എത്ര ദിവസത്തെയാ? കുറച്ച് ദിവസം ഉണ്ട്. 5 കുറച്ച് ദിവസം ഉണ്ട്. തുടങ്ങിയിട്ടുള്ള ആരംഭമുള്ളൂ. ഇനി തീരാറാകുമ്പോൾ അറിയാൻ പറ്റുമോ? ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടും അവിടെ നിന്ന്? ഭക്ഷണമൊക്കെ സമയത്ത് കിട്ടും. ഇവിടത്തെക്കാലം നേരത്തെ അവിടെ ഉറങ്ങും. ഇവിടത്തെക്കാലം നേരത്തെ അവിടെ കിടന്നുറങ്ങും സുഖമായിട്ട്. സ്ഥലത്തിൻ്റെ വ്യത്യാസമുണ്ട്. വെച്ച് പ്രാർത്ഥിക്കണം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഞാൻ പിന്നെ എന്നത്ര പോകണം? അസുഖമൊന്നും കൂടാതെ പഠിക്കാനായിട്ട് മുഖത്തിന് ഇടയ്ക്ക് നോക്കാൻ പോകണം, അവരെ നോക്കണം. അത് മാത്രമേ ഉള്ളൂ. കൂടുതൽ അടുക്കളയിൽ പണിയൊന്നുമില്ല. അതിന് പോയാൽ പിന്നെ തന്നെ ഒരു കാര്യം നടക്കില്ല. ഈ മകളിപ്പോൾ പോയാൽ എന്നാ വന്നേ? അറിയത്തില്ല. അങ്ങനെയാണ്. നമുക്കറിയത്തില്ല എന്നാ ഇവിടുന്ന്. എത്ര ദിവസത്തെ പരീക്ഷയാവും? പരീക്ഷയല്ല, ക്ലാസ്സും ഉണ്ട്, എല്ലാം ഉണ്ട്. ഉണ്ടോ? പാലായില്ലോ? പാലയില്ല, പത്തനംതിട്ട. ഇവിടുത്തെ സ്ഥലത്തിന് കുഴപ്പമില്ല അല്ലേ? സ്ഥലം പഠിക്കുകയല്ലേ? നല്ല സ്ഥലം. ഇവിടുത്തെ ഉള്ള ആർമാരോ സിസ്റ്റർമാരൊക്കെയാണോ? സിസ്റ്റർമാരല്ല, സിസ്റ്റർമാരൊന്നുമില്ല. ഇല്ലേ? പിന്നെ ആണുങ്ങളായിട്ടുള്ളവരാണോ? പെണ്ണുങ്ങളാ. എത്ര മുതലുള്ള സാധനമുള്ളവരാ പഠിപ്പിച്ചോണ്ടിരിക്കുന്നത്. മറ്റേ കുപ്പിയിൽ വെള്ളം എടുത്തരോ? മറ്റേ ബ്ലൂ കുപ്പി. കുഞ്ഞു കുപ്പിയാ? അപ്പായിക്ക് അവിടെ നിന്ന് കിട്ടിയില്ലേ? അവൻ്റെ കരങ്ങളിൽ ചോദിച്ചതിലൊക്കെ ഒരു ദോഷവും വലിയ. ഏത് തടസ്സങ്ങൾ വന്നാലെല്ലാം മാതാവ് തടുക്കില്ല. എത്ര ജയിക്കുകയില്ലാത്തവരും ജയിക്കുകയും ചെയ്യും. വിശ്വാസമുള്ളവർ. അമ്മ പ്രാർത്ഥിച്ചോണ്ടിരിക്കല്ലേ, പിന്നെ എന്നാ കുഴപ്പം? അമ്മ പ്രാർത്ഥിച്ചോണ്ടിരിക്കുവല്ലേ, പിന്നെ എന്നാ കുഴപ്പം? കൂടെ പഠിക്കുകയും ചെയ്താൽ മതി. ഇല്ല, ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പറഞ്ഞില്ല, പറഞ്ഞേക്കാം. അറിയാ? അത് പറയണ്ടായിരുന്നു. അവള് നോക്കിയിരിക്കല്ലേ. അവള് മിക്കവാറും നാളാണ്. അല്ലെ ഇപ്പൊ മെസ്സേജ് സമയം. ഞാൻ പറഞ്ഞേക്കാം. കാരണവന്മാർ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ഒക്കെ ചെയ്യണം. കുറച്ച് ശാപങ്ങളൊക്കെ സഹിക്കണം. ഇല്ലായ്മയും കുറച്ച് ഭക്ഷണത്തിലും പുറത്തുള്ള ജലവും കണ്ടമാനം ജലവിലൊക്കെ നിയന്ത്രിക്കണം. നിയന്ത്രിച്ച് വേണം പോകാൻ. കൊച്ചുങ്ങളുടെ സ്വന്തം കാലം നിൽക്കാറാക്കുന്നവര്
കൊച്ചുങ്ങളെ നിയന്ത്രിക്കണം. കൊച്ചുങ്ങളും ചിലവൊക്കെ കുറയ്ക്കണം. കൊച്ചുങ്ങൾ ചിലവൊക്കെ കുറച്ച് വേണം പോകാനായിട്ട്. ഇതൊക്കെ പഠിച്ചിട്ട് പോകണം. ആ അമിതമായി ചിലവാക്കരുത്. പഠിച്ചു തന്നാൽ അവർക്ക് അങ്ങനെ ഇങ്ങോട്ട് സാഹചര്യമൊന്നും കിട്ടിയില്ല. ആ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അവർക്ക് പോകാൻ. പിന്നെ സ്വാതന്ത്ര്യമൊന്നുമില്ല, പണ്ടത്തെ പോലെയൊന്നുമില്ല. ആ പിന്നെ അവിടെ നിൽക്കുന്നവർക്ക് അറിയത്തുള്ള അവസ്ഥ. സ്റ്റിക്കർ സ്റ്റിക്കർ നീക്കുണ്ടോ? നാളെ എന്നാ വന്നെ? ഞാൻ ഇനി അറിയത്തില്ല. അടുത്ത അവധിക്ക് വരുള്ളൂ. ചിലപ്പോ ഫെബ്രുവരിയിൽ വരും. ഒരാഴ്ചത്തെ ആയി. അയ്യോ ഒരു മാസമല്ലേ. ഒരാഴ്ചത്തെ ആയി. പഴയ പോലെ അവധിയൊന്നും ഇല്ല ഇപ്പം. അപ്പം അതിനുള്ള ചുവായിട്ട് പ്രവർത്തനമുണ്ടോ? ചെന്നോം തീരണമെന്നും ഉണ്ടാകുന്നപ്പം തടസ്സങ്ങളൊന്നും വരുത്തല്ലേ. എല്ലാം മുത്തപ്പൻ്റെ കരങ്ങളിൽ. നല്ല കുട്ടിയല്ലേ? ഇഷ്ടം. ഞാൻ മുത്തപ്പം നോക്കിക്കോളും. അമ്മയല്ലേ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്, പിന്നെ ഇപ്പം എന്നെ പിടിക്കാനിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കണം കേട്ടോ. പ്രാർത്ഥിക്കണം. പഠിക്കേണ്ട ഇടയ്ക്ക് മാതാവിനെ വിളിച്ചു പറയണം. മാതാവിനോട് വിളിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യം സാധിക്കും, തടസ്സമില്ല. മാതാവ് എപ്പോഴും അലിവുള്ള ആളാണ്. നേരത്തെ മുതൽ കരുണയുള്ള ആളാണ്. ഉണ്ടാക്കാൻ പോകുന്നുണ്ടോ? മാത്രം ദുഷ്ടന്മാരെ അതുകൊണ്ട് മാതാവ് ദുഷ്ടന്മാരെ രക്ഷപ്പെടുത്തി. ഇവിടെ കൂടെ പോണണ്ടോ? ആര്? അമ്മ. ഞാൻ എന്തിനാ പോണേ? ഇവിടെ ഒന്ന് നോക്കാനൊക്കെ. ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ടോ, പഠിക്കുന്നുണ്ടോ, മര്യാദക്കാണോ അവിടെ നിക്കണേന്നൊക്കെ? ഇവിടെ ഇരുന്നോട് ജയോട് പ്രാർത്ഥിക്കണം. ആ മതിയല്ലേ? അപ്പൊ അവളവിടെ ശരിയായിക്കോളും. അവിടുത്തെ കാലാവസ്ഥ എനിക്ക് വെച്ചില്ലെങ്കിൽ അവിടുത്തെ കാലാവസ്ഥ നല്ല കാലാവസ്ഥ. ആ വരാൻ താല്പര്യം. കാലാവസ്ഥ പിടിക്കുമെന്നുള്ള പേടിയാ. ഇവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തെ കാലം നല്ലതാന്നാ പറയുന്നത്. എവിടെയാ? പത്തനംതിട്ട. ആ അവിടെ ഇവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ. ഇവിടെ ഒത്തിരി ദൂരം ഇല്ല. പെട്ടെന്ന് വണ്ടിയൊക്കെ കിട്ടി ചെല്ലുവാണെങ്കിൽ 1.5-2 മണിക്കൂറിനുള്ളിൽ ചെല്ലും. വേറെ ആൾക്കാരുണ്ടോ? വേറെ പിള്ളേരുണ്ട്. ഇവിടെ കൂടെ പിന്നെ വേറെ പിള്ളേരുണ്ട്. ഇന്ന് തന്നെ പോണേ. ഇന്ന് ഒറ്റയ്ക്കാ പോണേന്നേ ഉള്ളൂ. ബാക്കി എല്ലാ ദിവസവും പിള്ളേരുണ്ട്. എന്നാ ഇന്ന് ഒറ്റയ്ക്കാ പോണേന്നേ ഉള്ളൂ. എല്ലാ ദിവസവും പിള്ളേരുണ്ട്. എല്ലാ പിള്ളേരുണ്ട്. എല്ലാ ദിവസവും പിള്ളേരുണ്ടെന്നേ. ആ എല്ലാ ദിവസവും പിള്ളേർ കാണും. പിന്നെ അവർക്ക് പഠിത്തമുള്ളത് പഠിക്കേണ്ടതല്ലേ. ഈ അവസരം കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ കിട്ടിയല്ലോ. കിട്ടിയല്ല. ഇനി ഇപ്പം കിട്ടാൻ എടുക്കാവുന്നിടത്തോളം പിള്ളേരെ എടുക്കും. ബുദ്ധിയുള്ള പിള്ളേർ. ബുദ്ധി പ്രയോഗിക്കണം പിള്ളേര്. അതേസമയം നമ്മൾ പൈസ കൊടുത്ത് പഠിപ്പിച്ചാലൊന്നും ശരിയായി. അതൊക്കെ ഒരു വകയാ. പൈസ കൊടുക്കാതെ പഠിപ്പിക്കില്ല അവര്. പൈസ കൊടുക്കണം. നല്ലപോലെ കൊടുക്കണം. പൈസ കൊടുക്കണം. ഇത് അത് ഇതായിട്ട് ഓരോരുത്തരും പഠിപ്പിക്കാനായിട്ട് വ്യത്യാസങ്ങളുണ്ടെന്നുള്ളൂ. അത് നോക്കണം. പൈസ കണ്ടു പൈസ കൂടാൻ പറ്റും. ചിലവരാൾ കാശും കൊടുക്കണ്ടേ. എല്ലാത്തിനും കാശ് വേണം. എത്ര മാസമാണ് പഠിക്കണ്ടേ? 4 വർഷം. 1 വർഷം കഴിഞ്ഞ് ഇനി 3 വർഷം കൂടെ ഉണ്ട്. 3 വർഷം കഴിഞ്ഞ ഇനി 3 വർഷം കൂടെ ഉണ്ട്. ഉണ്ടോ? അത്രേ ഉണ്ടല്ലേ. നാല് വർഷം പഠിക്കും എന്ന് പറയുമ്പം നല്ലപോലെ ബുദ്ധിമുട്ടുണ്ടെന്നേ. അതുകൊണ്ടാണ് അയ്യോ എനിക്ക് പഠിക്കട്ടെന്ന് പറയണേ. നേഴ്സിംഗ് അല്ലേ? നേഴ്സിംഗ് അവർക്ക് ഇഷ്ടമില്ല. നേഴ്സിംഗ് അല്ലേ? അപ്പൊ പിന്നെ നന്നായിട്ട് പഠിക്കണം. ഞങ്ങൾ നിർബന്ധിച്ച് പറഞ്ഞു വിട്ടതാ. മോളെല്ലാവർക്കും ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിച്ച് അവർക്ക് കാര്യങ്ങളിൽ ഏൽപ്പിച്ചോണ്ടെല്ലാം ചെയ്യാൻ നോക്കും. അപ്പോൾ ഒരു തടസ്സവും കൂടാതെ എല്ലാം നടക്കണം. എന്തെല്ലാം കാര്യങ്ങൾ അങ്ങനെ നടന്നു. എല്ലാം അടച്ചു വന്നിട്ട് വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അവനവന് ആവശ്യമുള്ള സാധനം മാത്രം ഇതൊക്കെ വെച്ചെടുത്ത് ചെരുപ്പ് പഠിക്കാൻ. കാരണം പത്തനംതിട്ടയിലൊക്കെ ചെരുപ്പ് കടയില്ലേ? അവിടെ എന്തോരം കടയുണ്ട്. എന്നാമേ ഓരോ സ്ഥലത്തെയും കാലാവസ്ഥ. അവിടുത്തെ കാലാവസ്ഥ ഇവിടുത്തേക്കാൾ നല്ല കാലാവസ്ഥയാ. അരിയും പഞ്ചസാരയും മേടിച്ചോണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ അവിടത്തേക്കായിട്ട് വലിയ കുഴപ്പമില്ലല്ലോ. ഇവിടുത്തെ കാലം ചൂട് കുറവാ അവിടെ. പിള്ളേർക്ക് ഇവിടെ ചൂട് കൂടുതൽ. നമ്മുടെ ഇവിടെ ചൂട് കൂടുതലാ.
ഒരു മരം ആളിനി എൻ്റെ മുത്തപ്പ എല്ലാം എൻ്റെ ഈശ്വരനെ എൻ്റെ മാതാവിൻ്റെയും കരങ്ങളെ ഏൽപ്പിച്ച് അവിടെ കാപ്പിച്ച് വിടുവാണ്. എല്ലാം അവിടുത്തെ കയ്യിലാണ്. ഒരു തടസ്സവും കൂടാതെ ഈശോ കാത്തുകൊള്ളണേ, മാതാവ് കാത്തുകൊള്ളണമേ, ഭാര്യയായ മകളെ കാത്തുകൊള്ളണമേ. ഈശോയെ ഒരു തടസ്സവും കൂടാതെ എല്ലാം ഈശോയുടെ കരങ്ങളിലാണ്. ഈശോ ഉപേക്ഷിച്ചാൽ എല്ലാം തകർന്നു പോകും. ഈശോ എല്ലാം നോക്കിക്കോളൂമ്മേ. അമ്മ അറിയൊന്നും വേണ്ട. അമ്മ പ്രാർത്ഥിക്കുന്നില്ലേ, അത് മതി കേട്ടോ. വേണ്ടമാൻ ഇമോഷണൽ ആകുന്നുണ്ടല്ലോ. പനി കഴിഞ്ഞ പിന്നെ ഭയങ്കര ഇമോഷണൽ ആണല്ലോ. പനി കഴിഞ്ഞ പിന്നെ ഭയങ്കര സങ്കടമാണല്ലോ ഒന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ അല്ലേ? ജോമോനോട് പോയിരുന്നു പ്രാർത്ഥിക്കാനാ പറഞ്ഞേ. അതിലൊന്ന് ഗുണമുണ്ട്. നിങ്ങളെ കൊണ്ടാക്കിയേക്കട്ടെ. ദിവസങ്ങൾ കഴിയായിരിക്കും അല്ലേ? ആ, അടുത്ത മാസമേ വരുള്ളൂ ചിലപ്പം. ജനുവരി വരത്തില്ല, ഫെബ്രുവരിയിലേ വരും. ആ, ഫെബ്രുവരിയിലേ ഉള്ളൂ. ഇനിയിപ്പോൾ ക്ലാസ്സുകൾ ശക്തമാകുവാണ്, പഠിപ്പീരുകൾ. അപ്പം അതുകൊണ്ട് ആശുപത്രി പോണ്ടേ? ഇനി 2.5 മാസം ആശുപത്രിയിലാ. 2.5 മാസം രോഗികളെ നോക്കാൻ പോണം ആശുപത്രിയില്. നമ്മളെ ആശുപത്രി പോണെന്നേ, ആശുപത്രിയില് പ്രാക്ടീസിന്. അവക്ക് ജനുവരി മുതൽ ഫെബ്രുവരി മാർച്ച് പകുതി വരെ എങ്ങാണ്ട് പോണം. മരുന്ന് മേടിക്കാനോ? മരുന്ന് മേടിക്കാനല്ല, അവിടെയുള്ള രോഗികളെയൊക്കെ ശുശ്രൂഷിക്കാൻ. നഴ്സിംഗിലെ പരിപാടി പഠിക്കുന്നേ. അവിടെയും പല രോഗികളെ അമ്മച്ചിമാരൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. എത്ര നാളെ? 2.5 മാസം പോണേ ഇവിടെ. ജനുവരിയിൽ താമസിക്കണം ആണോ? അത്രയും വേണോ? 2.5 മാസം. രോഗമൊന്നും പറ്റായിരുന്നു വെച്ചാൽ മതി, ഒരു കുഴപ്പവും കൂടാതെ. എന്നാ കൊണ്ടാക്കിട്ട് വരാം. അരിയും പഞ്ചസാരയും ഇച്ചിരി വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ. വണ്ടി വരുമോന്ന്? ഇല്ല, അവിടെ ബൈക്കെ അവിടെ കൊണ്ട് ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടണം. ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിടണം. ബസ് സ്റ്റോപ്പില് ബസ് കയറാനായിട്ടേ, ബസ് കയറാനായിട്ട് കുറുപ്പന്തറ കുറവലങ്ങാട്ട കൊണ്ടേ ആക്കണം. അവിടം വരെ പോണം. ബസ് 2 മണിക്കൂർ വെച്ച് എടുക്കും. 2 മണിക്കൂർ എടുക്കും. നമ്മള് പരുമല പത്തനംതിട്ട. ആ, പത്തനംതിട്ടയാണ്. കൊണ്ടാക്കട്ടെ, സമയം പോണു, ഭയങ്കര വെയിലാ. ബാ, ഞാൻ പോരും. ബാ, അവിടുത്തെ സ്ഥലമൊക്കെ പെടുത്താവോ? ഒന്നും എനിക്കില്ല. കാര്യങ്ങളിൽ മകളെ ഏൽപ്പിച്ചു പറയുവാ. ഇതെന്തിനാ എലിക്കുട്ടി ഇപ്പം കരയണത്? എലിക്കുട്ടി ഈ കുറച്ച് ദിവസമായില്ലേ കരച്ചിലൊക്കെ തുടങ്ങിയിട്ട്? വേസ്റ്റ് ഇപ്പഴും 28, പക്ഷെ 28 ലൂസ്. എവിടെയാണ് കൊല്ലങ്ങാട്ട പോട്ടാ മതിയോ? വണ്ടി കിട്ടിയല്ലേ അല്ല, കോട്ടയത്ത് ഇറങ്ങണ്ടേ? എന്നാലും വണ്ടി ഉണ്ടോ? ഞായറാഴ്ചയും കൂടി എന്നു കോന്നല്ലൂര് കിട്ടുമ്പോ എരുവനെ ഇറങ്ങിട്ട് പോകേണ്ടി വരും. പിന്നെ അവിടുന്ന് ചാടിക്കാറുണ്ട്. അവിടുന്ന് നേരെ ട്രാൻസ്പോർട്ടിലോട്ട് കിട്ടിയില്ല. ഇത് പൊക്കോ, കോന്നല്ലൂർ ഇവിടെ പൊക്കോ. കുറവലങ്ങാട്ട് എപ്പോഴും വണ്ടിയുണ്ട്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇങ്ങോട്ടും മേടിക്കണം. പിന്നെ അരിയും പഞ്ചസാരയും. ഓട്ടോ കൊണ്ടു ചൂടടിച്ചു പോണ്ട. എന്നാ ബൈക്കിന് പോകണം. കാറ് എടുക്കണ്ട, ഓട്ടോ എടുത്തോണ്ട്. കഴിക്കണം കേട്ടോ. അത് ഇനി തൂക്കി പിടിച്ച് അവിടെ നിൽക്കുന്നു യോനെ കുറച്ചു നേരമായി. അത് വെയിറ്റാ ഭയങ്കര. ഇതിലേക്ക് വർഷങ്ങളായതിന്റെ കണക്കാ. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ചുരിദാറൊക്കെ എത്ര വർഷങ്ങളായതാണെന്നറിയാവോ? ഈ പാകം അല്ലാതെ വരുമ്പോൾ മാത്രം ഞാൻ ഉപേക്ഷിക്കുന്നത്. ഒരു മാക്സിമം ഞാനത് ഉപയോഗിക്കും. ഇപ്പോൾ ചുരിദാറൊക്കെ കണ്ടു കഴിഞ്ഞാൽ പഴയതാണെന്ന് പറയത്തൊന്നുമില്ല. ഞാനും ഞായറാഴ്ച ഈ പള്ളിയിൽ പോകണതല്ലേ ഉള്ളൂ, വേറെ എങ്ങും പോക്കില്ലല്ലോ. എല്ലാ കാലത്തും ഒന്ന് പുറത്തിറങ്ങുന്നതല്ലേ ഉള്ളൂ. അപ്പം ആ ചുരിദാറൊക്കെ നല്ല പുതിയതുപോലെ ഇരിക്കും.
കേട്ടോ. ഉം. കൃഷികളൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തിലൂടെയുള്ള യാത്രയാണ്. ഇവിടെയുള്ള കൃഷികളൊക്കെ നിങ്ങൾക്ക് കാണാം. കപ്പ, വാഴ, കപ്പ പുതിയ നട്ടിരിക്കുന്നു, കൊക്കോ. വീട്ടിൽ നിന്നും കുറവലങ്ങാട്ടേക്ക് പോകുമ്പോൾ കുര്യത്തിന് പോകുമ്പോഴുള്ള ഒരു ജംഗ്ഷനാണ് കണിയോടിക്കൽ ജംഗ്ഷൻ. 4 കൂടി ഒരു ജംഗ്ഷനാണ്. അവിടെയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്യുന്നത്. കൃഷിക്കായിട്ട് നിലമൊക്കെ ഒരുക്കിയിട്ടിരിക്കുന്നതാണ്. പാടം, ഇവിടെ കപ്പ നട്ടിട്ടുണ്ട്, അപ്പുറത്ത് തെങ്ങും വാഴയൊക്കെ ഉണ്ട്. ജാതി നിൽക്കുന്നു, ജാതി, റബ്ബർ കാടുകൾ. പറഞ്ഞോട്ടാണ് ജാതി. വാഴത്തോട്ടം, തെങ്ങിനകത്ത് വാഴ വെച്ചിരിക്കുന്നു. അപ്പോൾ MC റോഡിലോട്ട് നമ്മൾ കടക്കുകയാണ്. കുരിയം ജംഗ്ഷൻ, മൂവാറ്റുപുഴ ഏറ്റുമാനൂർ MC റോഡിലോട്ട് കടക്കുന്നു. കുരിയം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ഇടത്തോട്ട് പോകുമ്പോഴാണ് കുറവലങ്ങാട്. നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് പോവുകയാണ്. കാളികാവ് അമ്പലം. ഈ കാണുന്നതാണ് പകലോമറ്റം തറവാട് പള്ളി. അർക്കദാക്യമാരുടെ കബറിടം സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ കുറവലങ്ങാടെത്തി. ഇത് കുറവലങ്ങാട് പള്ളിക്കവലയിലെ ചെറിയ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. പള്ളിക്കവലയിലുള്ള ചെറിയ ബസ് സ്റ്റാൻഡാണ്. ഇവിടുന്ന് KSRTC ബസ് കിട്ടും. അവിടെ അതിൽ കയറ്റിയാണ് വിടുന്നത്. ഇതാകുമ്പോൾ നേരിട്ടുള്ള വണ്ടി കിട്ടും ഇവിടുന്ന്. ഇത് മൂവാറ്റുപുഴ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ അവിടുന്ന് വരുന്നു, ഇങ്ങോട്ട് കോട്ടയത്തിന് പോകും. ഏതാ എവിടെ അത് വൈക്കം വണ്ടിയായിരിക്കും. ഒരു ഫാസ്റ്റ് വരുന്നുണ്ട്, അതിൽ കയറ്റി വിടാമെന്ന് വിചാരിക്കുന്നു. കോട്ടയമാണെന്ന് തോന്നണം. കോട്ടയം ഫാസ്റ്റ് ഒരെണ്ണം വരുന്നുണ്ട്, അതെ കയറ്റി വിടാം. കോട്ടയം ഫാസ്റ്റ് കയറ്റി വിട്ടു. ഇതാണ് കളത്തൂർ പാടം. ഇവിടെ ഞങ്ങൾക്കും പാടം ഉണ്ടായിരുന്നതാണ്. അതൊക്കെ നോക്കാനാളില്ലാതെ ഒന്നുകൂടി വിറ്റ് പോയതാണ്. ഇവിടെ മുഴുവൻ നേരത്തെ കപ്പ കൃഷിയായിരുന്നു. കപ്പ മുഴുവൻ കേടായതോടുകൂടി ഇപ്പോൾ വാഴയും മറ്റ് സാധനങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുന്നത്. പക്ഷെ വെള്ളത്തിൻ്റെ കുറവുകൊണ്ട് കൃഷികളെല്ലാം ഒന്നും അത്ര ക്ലിയർ ആകാറില്ല. പച്ചക്കറി കൃഷിയൊക്കെ ഉണ്ട് ഇവിടെ. ഒരു ദിവസം ഇതിനകത്തുള്ള കൃഷികളൊക്കെ കാണിക്കാം. വിവിനെ കൊണ്ടാ വിട്ടു കേട്ടോ. ബസ് കയറ്റി വിട്ടിട്ടുണ്ട്. വിവിനെ തന്നെ ബസ് കയറ്റി വിട്ടു. ബസ് കയറ്റി വിട്ടെന്ന്. ബസ്സിനെ അവള് പോയി. ചെന്ന ഉടനെ ഒരു ബസ് കിട്ടി, ഫാസ്റ്റ് കിട്ടി. അതിന് കയറ്റി വിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അവധി കിട്ടുമ്പോഴേ വരുള്ളൂ. അവധി കിട്ടുമ്പോഴേ വരുള്ളൂ. അതിപ്പോ ഒന്നും അറിയത്തില്ല. അതറിയത്തില്ല. കോളേജിൽ നിന്ന് വിടണ്ടേ? ഇല്ലെന്നേ, പഠിത്തത്തിനിടയ്ക്ക് അവർ അവധി കൊടുക്കും. ഇല്ല, 3 വർഷം കൂടെ പഠിക്കണം. 3 വർഷം കൂടെ പഠിക്കണം. 3 വർഷം ആ, നല്ല ജോലി കിട്ടുള്ളൂ. ആ, പഠിത്തമുണ്ട്. അതിനകത്തിന് മടുക്കണേ. പിന്നെ അവർക്ക് അത്യാവശ്യത്തിനുണ്ട്. ഓർത്ത് വരുമ്പോൾ ഒന്നുകൂടെ കുത്തി കുറഞ്ഞു പോകും. ഒന്നും കുഴപ്പമില്ല, പിള്ളേരൊക്കെ പഠിച്ചോളും എന്നുള്ള പിള്ളേരല്ലേ. പിന്നെ കുറേശ്ശെ അല്ലേ പഠിക്കണം.
അങ്ങനെ പഠിച്ച് വരുമ്പം തന്നെ പഠിക്കുമല്ലോ. തന്നെ പഠിക്കും. അങ്ങനെയല്ല ഡോക്ടർമാരാകാനും പഠിക്കണം. അങ്ങനെ തന്നെ. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പകൽ ദൃശ്യം കൂടി ഒന്ന് കാണിച്ചേക്കാം. ഇതാണ് നമ്മുടെ പറമ്പ്. ഇവിടെ പോത നട്ടിരിക്കുകയാണ്. നമ്മൾ പശുവിനുള്ള, നമ്മുടെ കുഞ്ഞിപ്പശുവിനുള്ള തീറ്റയാണ് ഇവിടുത്തെ മെയിൻ. ഇത് സപ്പോട്ട കായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കായ ഉണ്ടാകുന്ന പക്ഷേ അത്ര മെച്ചമുള്ളൊരു സപ്പോട്ടയല്ല അത്. നമ്മളത് പോതൊക്കെ പുല്ല് വെട്ടി മാറിയിരിക്കുന്നതാണ്. ബാക്കി പുല്ല് അവിടെ നിൽപ്പുണ്ട്. നമ്മുടെ തെമ്മാടി ജാക്കു, നമ്മുടെ ജാക്കുക്കുട്ടൻ. കുഞ്ഞി തൊഴുത്തിൽ നിന്ന് നമ്മളെ ഇന്ന് നോക്കിക്കൊണ്ട് പോയിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണേ എല്ലാവരും കണ്ടോട്ടെ. അത് തീറ്റയൊക്കെ തിന്ന് വയറൊന്ന് നായറിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? നക്കൊന്നും വേണ്ട, നിനക്ക് തിന്നാനുള്ള സാധനമൊന്നും അല്ലത്. നക്കാം കേട്ടോടി. അങ്ങനെ നമ്മുടെ പറമ്പുകൾ രാവിലെയൊക്കെയാണ് നല്ല കിളികളുടെ ശബ്ദം കേൾക്കാം. നമ്മുടെ ഒരു പ്ലാവാണ്. നേരത്തെ ഇഷ്ടംപോലെ ഏറ്റവും ലേറ്റായിട്ട് ചക്ക ഉണ്ടാകുന്നൊരു പ്ലാവായിരുന്നു. ഇപ്പോൾ അതിൽ കേടാൻ തോന്നുന്നു, ക്ലിയറായിട്ടുണ്ടാകുന്നില്ല. ഇത് മരങ്ങൾ പടിഞ്ഞാറൻ ചായൽ വെയിൽ എത്തിച്ചാണ് ഇവിടെ എല്ലാം. ഇതെല്ലാം പുല്ലായിരുന്നു. ഇത് നമ്മൾ വീടിൻ്റെ മുകളിൽ വാർക്കപ്പൊക്കത്തു നിന്ന് വീഴുന്ന വെള്ളം കൊണ്ടുവന്ന് കിണറിനടുത്തേക്ക് ഇത് കുഴി കുത്തി കുഴിക്കകത്തൊക്കെ ചാടിക്കുന്നതാണിത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയാണ് വെള്ളം കുറവുള്ളിടത്തൊക്കെ. ഇതിപ്പോൾ പള്ളയെല്ലാം കയറി നിൽക്കുന്നതാണ്ട. ഇതിനകത്ത് നിറഞ്ഞ വെള്ളം ഫിൽറ്റർ ചെയ്ത് കണ്ടോട്ട് പോകും. നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കിയ പിന്നെ ഇതേവരെ വെള്ളത്തിന് ക്ഷാമം ഉണ്ടായിട്ടില്ല. ഇത് കാപ്പിയാണ് നിൽക്കുന്നത്, കാപ്പിക്കുരു. ഇത് നമ്മൾ കൊറോണ കാലത്ത് മീൻകുളം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ തന്നെ കുഴിച്ചാണ്. പക്ഷേ അതൊക്കെ ഭയങ്കര വൻ നഷ്ടപരിപാടിയായിരുന്നു. വലയ്ക്ക് തന്നെ 10-600 രൂപ കൊടുത്താൽ. ഇപ്പോൾ വെള്ളം ഇങ്ങനെ കിടപ്പുണ്ട്. അതിനകത്ത് വേറെ ജീവികളൊന്നുമില്ല, പടുതാക്കുള. പിന്നെ ഇത് കാപ്പി. ഞങ്ങൾ ചെമ്പലീനെ ഇട്ടിരുന്നേ. ചെമ്പലിയിട്ട് നമുക്കത് അന്നേരത്തേനും വെള്ളം മാറാനുള്ള സൗകര്യമില്ലായിരുന്നുകൊണ്ട് അത് എല്ലാം നോക്കണം. അതാണ് വിഷയം. നമുക്ക് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. ഒന്നും കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ മതി. കാരണം കാപ്പി ഇപ്പോൾ കാപ്പി പൂത്ത് കായലായിരിക്കുന്ന സമയമാണ്. കാപ്പിൻ്റെ കാ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവാൻ ഞങ്ങളും കൂടെ കാപ്പിയുടെ കാ പറിക്കുക, കുരു പറിക്കുക, കാപ്പിക്കുരു പറിക്കുകയാണ്. കാപ്പിക്കുരുവിന് കഴിഞ്ഞ സീസണിൽ നല്ല വിലയായിരുന്നു. ഇത്തവണ എന്നാ കിട്ടുമെന്ന് അറിയത്തില്ല. ഉണ്ടോ കാപ്പിക്കുരു? കിഴക്കുള്ളവർക്കൊക്കെ ഇതൊക്കെ നല്ല വശമാണ്, എല്ലാം കൃത്യം അറിയാം. കാരണം അവിടുത്തെ കുറ്റിക്കാപ്പികൾ ഇഷ്ടം പോലെ. ഇത് നാടൻ കാപ്പിയാണ് കേട്ടോ. ഇതൊക്കെ കുരു വീണ് കിളുത്ത കാപ്പികളാണ്. നമ്മൾ നട്ടുപിടിപ്പിച്ചൊന്നുമില്ല. നട്ടുപിടിപ്പിച്ചൊരു വലിയ കാപ്പി ഉണ്ടായിരുന്നു പണ്ട്, പഴയ പെരയുടെ മുമ്പിലായിട്ട്. അത് കിണറിങ്ങനെ നമ്മൾ വലയിട്ട് മുടിയേക്കുക. അതുകൊണ്ട് ഒരഴുക്കും കിണറ്റിൽ വീഴത്തില്ല. നമ്മളാണ്ട് ഇവിടെ കാപ്പി കുരു പറിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തന്നെ അവിടെ കാപ്പിക്കുരു പറിച്ചത്, ആരും കൂടിയില്ല. ഈ തവണ വിമാനം കൂടെ കൂട്ടി. വിമാനം പൈസ തരാന്ന് പറഞ്ഞു. കാപ്പിക്കുരു വിറ്റതിന്റെ പൈസ നമുക്ക് 2 പേർക്കും കൂടെ എടുക്കാന്ന് പറഞ്ഞു. അമ്മമാനും കൂടെ വീതം വെച്ചെടുക്കാൻ വേണ്ടി പറിക്കുന്നതാണേ കേട്ടോ. എന്നിട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ നടത്തിക്കണം. പോക്കറ്റ് മണി ഞങ്ങൾക്ക് വേണ്ടേ? പോക്കറ്റ് മണി നമ്മൾ എന്നിട്ട് കാര്യങ്ങളെല്ലാം നടത്തിക്കണം. പോക്കറ്റ് മണി അവർക്കും. താഴെയുണ്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വശത്തും കുറേ കാപ്പിയുണ്ട്. അതും നേരത്തെ ഒന്നും വിലയില്ലായിരുന്നു. ഇപ്പം പിന്നെ കാപ്പിക്കുരുവിന് വിലയുണ്ട്. പറിച്ചാലും നഷ്ടമൊന്നുമില്ല. ഇത് നമ്മുടെ അയലോക്കത്തെ തൊടിയാണ്. ഇത് വിൽക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്.
ആർക്കെങ്കിലും വീട് വെക്കാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കാൻ നല്ല സൗകര്യമാണ് ഇവിടെ. നല്ല സ്ഥലമാണ്. ഇപ്പം ഞങ്ങളവിടെ കുഞ്ഞിപ്പശുവിനൊക്കെ കിട്ടുന്നതാണ്. തൂക്കത്തിനനുസരിച്ചേ പൈസ വരുള്ളൂ കേട്ടോ. ഏറ്റവും കൂടുതൽ തൂക്കം കുറച്ചവർക്ക് ഏറ്റവും കൂടുതൽ പൈസ. ഇതൊരു പ്ലാവാണ്, നല്ലൊരു പ്ലാവായിരുന്നു. അതിലിപ്പം ചക്ക വലിയ മെച്ചമൊന്നുമില്ല. അതിലിപ്പോൾ ആപ്പാടെ ഉണ്ടായിരിക്കണതേ മാത്രമേ ഉള്ളൂ. നീ എത്ര കിലോ പറിച്ചടാ? നീ എത്ര കിലോ പറിച്ചെന്ന് നോക്കിയില്ലേ? നമ്മൾ നട്ട് വളർത്താതെ ഉണ്ടായതാണ് ഒരു കുമ്പളങ്ങ. കുമ്പളം തന്നെ കിളുത്തൊന്നും ഉണ്ടായതാ. രണ്ടെണ്ണം കിട്ടിയോ? ഞാൻ നേരത്തെ പറിച്ചായിരുന്നു. നമ്മൾ ഈ കുരുവെല്ലാം കൂടെ പറമ്പിൽ കൊണ്ടിട്ടത് തെങ്ങിൻ ചോട്ടി കൊണ്ടിടുന്നതാണ്. ഏതാ ചായക്കണ്ടേ? ആ കമ്പാ. ഇങ്ങോട്ട് നിൽക്കുന്ന കമ്പില്ല, എൻ്റെ കൈ എത്തിയല്ല. കപ്പക്കായ കുരുവെല്ലാം പഴുത്തു തുടങ്ങി. എല്ലാം മുഴുവൻ പൊഴി താഴെ പോവും പറിച്ചെടുത്തില്ലെങ്കിൽ. പഴുത്ത് ചക്ക വിരിഞ്ഞ് വരുന്നു. ചക്ക ഇത്തവണ താഴെ ഉണ്ടായിരിക്കുന്നത്. മറ്റേ നമ്മൾ കൂടുതലായിരുന്നു, മോണ്ടയ്ക്കാട്ടായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നല്ല കാറ്റ്. അപ്പോൾ ഒടിഞ്ഞു പോയത് അത് കൂഴച്ചക്കയായിരുന്നു. അത് ഒടിഞ്ഞു പോയി. പക്ഷേ അതിലുണ്ടാകുന്നുണ്ട്. അതിൻ്റെ കമ്പ് കയറിയിട്ട് ഇത് വരിക്കച്ചക്ക കേട്ടോ. ഇത് നല്ല മധുരമാണ്. പക്ഷേ മഴ പെയ്ത് കഴിഞ്ഞാൽ കൊള്ളത്തില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറിയിട്ട് കുരുവെല്ലാം കിളുക്കാൻ തുടങ്ങും. അപ്പഴം ആത്തക്കായ്. അതിന് ഇവിടെ ആത്തക്കായ എന്നാണ് പറഞ്ഞത്. നിങ്ങളൊക്കെ അവിടെ എന്നൊക്കെ പറയണമെന്നുള്ളത് നിങ്ങൾ പറയുക. ഇവിടെ ഇതിന് ആത്തേന്ന് പറയും. ഇത് ചെറിയ കരികരിപ്പോട് കൂടിയുള്ള മധുരമുള്ള കായാണ്, പഴമാണ് പഴുത്ത് കഴിഞ്ഞാൽ. പക്ഷെ കിളി മുഴുവൻ തിന്നുകൊണ്ട് പോവുകയാണ്. ആത്തക്കായ പറിച്ചതാണ്. ഇതാണ് പഴുക്കാറായതിൻ്റെ ലക്ഷണങ്ങൾ. കളറാണ്. ഈ ചുമല കളർ വന്നാൽ ഇത് പഴുക്കാറായെന്നുള്ളതാണ്. ഇങ്ങനെ ചുമക്കും. പിന്നെ നല്ല ചുമലയായി. ഇത് പെട്ടെന്ന് പഴുക്കും. പക്ഷെ ഇത് കേടാണ്. ഇതിനകത്ത് പുഴു കാണും. പുഴു ഇതുപോലെ ചുമന്ന കളറാകുമ്പോൾ പെട്ടെന്ന് പഴുക്കും. കരിയാപ്പ് ചേട്ടച്ചാരുടെ കൃഷി പരിപാടികളൊക്കെ കേട്ടോ. ഇത് പുള്ളി ജോലി കഴിഞ്ഞ് വന്നുള്ള സമയത്ത് ചെയ്യുന്ന കൃഷികളാണ്. പുതിയ പോണ്ടൊക്കെ മേടിച്ച് മുരിങ്ങ, കപ്പ, വാഴ, എല്ലാവിധ സാധനങ്ങളുമുണ്ട്. ഇപ്പോൾ അധികമൊന്നും ചെയ്യുന്നില്ല. അതിനകത്ത് തുരപ്പനേലിയുടെ ശല്യം കാരണം വലിയ കാര്യമായിട്ടുള്ള കൃഷിയൊന്നും ചെയ്യുന്നില്ല. കപ്പയൊക്കെയാണ്. ഇപ്പൊക്കെ പറിച്ച് തിന്നായിരുന്നു. മുരിങ്ങ, പയറൊക്കെ നട്ടിരുന്നു. എല്ലാം പോയതാ. ഇഞ്ചി, ചീനി, കാന്താരി, നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട്സ്. ഇനി ഇവിടെ കുറേ കാപ്പിക്കുരി പറിക്കാനുണ്ട്. അവരിങ്ങോട്ട് വന്നിട്ടില്ല. പുറകിലെ മാത്രമേ പറിച്ചു. ഫ്രണ്ടിലെ ഇവിടെ കുറേ ഉണ്ട് കാപ്പി. ഇത്രയും കാപ്പിയുണ്ട്. അത് മുകളിലത്തെ പറിക്കിച്ചിട്ട് പാടാണ്. ചായച്ച് പിടിച്ച് വേണം പറിക്കാനായിട്ട്. താഴോട്ട് ചായക്കണം നന്നായിട്ടേ ഉള്ളൂ. എല്ലാം പഴുത്ത് കിടക്കുകയാണ്. ഇതിനാ സാധനം എന്നറിയാലോ അല്ലേ? ഇതൊക്കെ മുഖത്തൊക്കെ തേച്ച് കഴിഞ്ഞാൽ നല്ലതെന്നാണ് പറയുന്നത്. ഇത് കറിച്ചേമ്പ കേട്ടോ. കറി വെക്കുന്ന ചേമ്പാണ്. ഇത് തണ്ട് ഇലയും കൂടെ അരിഞ്ഞ് തോരൻ വെക്കാം. എല്ലാം വന്നു ഇപ്പം ഉണ്ട്. ഏതാണ്ടൊക്കെ പറയുന്നുണ്ട്. എന്നാമേ? ഇല്ല, തുറന്നിടുന്നില്ല. എന്നായിരുന്നു? കൊടുത്തിടാം. അമ്മ എന്നാ പറഞ്ഞപ്പം? നമ്മളിവിടെ പറമ്പൊക്കെ ഇങ്ങനെ എടുത്തോണ്ടിരിക്കുക, ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. പറമ്പൊക്കെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക. പറമ്പേ. അമ്മയുടെ കുറെ മക്കളും സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ കാണിക്കാൻ വേണ്ടി കുറെ സഹോദരങ്ങളും മക്കളൊക്കെ കാണുന്നുണ്ട്. അമ്മേനെ കാണുന്ന കൂടെ പറമ്പൊക്കെ കാണണമെന്ന് പറഞ്ഞു. കാണുന്ന കൂടി പറമ്പൊക്കെ അവർക്ക് കാണണമെന്ന്.
ഇവിടെ വന്ന് കിടന്നാൽ കാണാവുന്നു. കാണണമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. കിടത്തേലേ ഏ അങ്ങനെയാണോ? ആ ആരാ ഇതൊക്കെ പറഞ്ഞേ? അവരെ കാണിക്കാൻ വേണ്ടിയാ. നീലയാമരി എന്ന് പറഞ്ഞ സംഭവം. നീലയാമരി കായെല്ലാം ഉണ്ടായി കഴിയുമ്പോഴത്തേനും എൻ്റെ കായുണ്ടോ കഴിയുമ്പോൾ ഇത് പോകും. ഒരു വർഷമേ ഒരു നീലയാമരി നിൽക്കുകയുള്ളൂ. അടുത്തത് കിളുത്ത് വന്നാലേ അതിൽ നിന്നുണ്ടാവും. ഇതിൻ്റെ എണ്ണ തേച്ചാലാണ് മുടി. ഇതിൻ്റെ എണ്ണ ഇട്ട് ഇത് ഉണക്കി പൊടിച്ചിട്ട് നമ്മുടെ എണ്ണയ്ക്കകത്തിട്ട് ആണ് നമ്മൾ തലയിൽ തൂക്കുന്നത്. അപ്പം തലമുടിക്ക് നല്ല കളർ കിട്ടുമെന്ന് പറയുന്നത് നീലയാമരി. പക്ഷേ ഇത് നല്ല ഇലയാണ്, പിരിവിരാന്നും പറഞ്ഞുള്ള ഇലയാണ്. ഇത് പോയതാണ്, ഈ അമ്മരിയുടെ കാലം കഴിഞ്ഞു. ഇനി അടുത്തത് കിളുത്ത് വനം. ഇതാണ് വിത്ത്. ഈ വിത്തിൽ നിന്ന് കിളുത്ത് വന്നെങ്കിൽ മാത്രമേ ഉള്ളൂ അടുത്തുണ്ടാവുള്ളൂ. ഒരു ചെടിയിൽ ഒരു പൂ ഉണ്ടായിട്ടുണ്ട്, കാണാനില്ല. ആകാ മാണ്ടക്കാട്ടാണ്. അമ്മയുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവായി ഈ വീഡിയോകൾ ലൈക്ക് ചെയ്യുക. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ദയവായി ലൈക്ക് ചെയ്യുക.